എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പീച്ചിങ്ങ മെഴുക്കുപുരട്ടിയാണ്. വളരെ രുചികരമാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ ഈ ഒരു കറി മാത്രം മതിയാകും ഒരു പ്ലേറ്റ് നിറയെ തന്നെ ചോറുണ്ണാനായിട്ടും. അതും കുക്കറിൽ വെച്ചിട്ടാണ് പാചകവും. ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്തുവിടുന്ന എന്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കിട്ടിയ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പീച്ചിങ്ങ മെഴുക്കുപുരട്ടി തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ പീച്ചിങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീച്ചിങ്ങയുടെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ട് വരാം. അങ്ങനെ പീച്ചിങ്ങയുടെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പീച്ചിങ്ങ തോല് കട്ട് ചെയ്തെടുത്ത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പീച്ചിങ്ങയിലെ ധാരാളം വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ധാരാളം വെള്ളമെല്ലാം വരും. അതുകൊണ്ട് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകിയെടുക്കരുത്. നമ്മുടെ പീച്ചിങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിന്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുപുരട്ടിയെ ഞാൻ വളരെ എളുപ്പത്തിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റാം. ഇനി കഷ്ണങ്ങളിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഈ കഷ്ണങ്ങൾ നല്ല മയത്തിൽ വെന്ത് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയതിനു ശേഷം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുക്കറിന് മൂടി വെച്ച് കൊടുക്കാം. കുക്കർ മൂടിയതിനു ശേഷം ഇതിന്റെ വെയിറ്റ് എടുത്ത് മാറ്റേണ്ടതാണ്. ഇനി നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ നിന്നും നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. ആവി നല്ല ശക്തിയായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കുക്കറിന്റെ എയർ എല്ലാം പോയി വരുന്ന സമയത്ത് നമുക്ക് മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ധാരാളം വെള്ളമുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് പീച്ചിങ്ങ മാറ്റാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചുകൂടെ എടുക്കണം. വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന വിഭവത്തിന് ഒരു തരി പോലും ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടുന്നതിനായിട്ട് മൂടി തുറന്നു വെച്ച് വേണം വറ്റിച്ചെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പീച്ചിങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീച്ചിങ്ങ ഒന്ന് താളിച്ചുകൂടെ എടുക്കാം. താളിപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 10 അല്ലി കൊച്ചുള്ളി കട്ടിയതിൽ കൂടി ചേർക്കാം. ഇനി കൊച്ചുള്ളി നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതിനായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചുള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർക്കാം. ഞാനിവിടെ ചതച്ച മുളക് 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ താളിപ്പിനെ വേവിച്ച് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ കഷ്ണങ്ങളിലേക്കാണ് ചേർക്കേണ്ടത്. കഷ്ണങ്ങളിലേക്ക് താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കണം. കഷ്ണങ്ങളിലേക്ക് താളിപ്പ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുപുരട്ടി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ജോലി തീർക്കാൻ ശ്രമിക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.